അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗിലേക്ക് പോകാൻ പോണത് ചെല്ലാനം വാക്ക് വേയിലേക്കാണ്. ഇപ്പോൾ ഞാനുള്ളത് കുമ്പളങ്ങിയിലാണ്. അപ്പോൾ നമുക്കിനി പോകേണ്ടത് അങ്ങോട്ടാണ് കേട്ടോ. ഇപ്പം നമ്മളുള്ളത് കുമ്പളങ്ങിയിലാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ പോകാൻ പോണത് ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലേക്കാണ്. ഇപ്പം സമയം ഏകദേശം 5:30 മണിയായിട്ടാ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ വാക്കുവേയിലേക്ക് പോവാം. ഇവിടെ മീനിനെ പിടിക്കാനായിട്ട് ഉടക്കോല ഇട്ടേക്കണ കാണാം കേട്ടോ. നമുക്ക് അതിൻ്റെ ഫ്ലോട്ടാണ് ഈ പച്ച കളറിൽ കാണുന്നത്. പലതരത്തിലുള്ള ദേശാടന പക്ഷികൾ വന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കുമ്പളങ്ങി ചെല്ലാനം ഭാഗം. ആർട്ടിക് പ്രദേശം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ ഏകദേശം 30 രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്ന ദേശാടനപാതയായ സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേയുടെ ഒരു പ്രധാന ഭാഗമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് ശൈത്യകാല മാസങ്ങളിൽ റഷ്യ, മംഗോളിയ, സൈബീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പക്ഷികൾ ഇന്ത്യയിലെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്നത്. ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ചു വരുന്ന ദേശാടന പക്ഷികൾ കേരളത്തിലെ വനങ്ങളിലും ഇതുപോലത്തെ സ്ഥലങ്ങളിലും താമസിക്കാൻ കാരണം ഇവിടെ ലഭിക്കുന്ന ചെറുമീനുകളും പ്രാണികളും സുരക്ഷയുമാണ്. അങ്ങനെ പക്ഷികളുടെയൊക്കെ കാഴ്ച കണ്ട ശേഷം നമ്മളിപ്പോൾ ചെല്ലാനത്തെ വാക്കുവേയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെല്ലാനം വാക്കുവേയുടെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കണം. അപ്പോൾ ടെട്രാപോഡും ഇതേപോലത്തെ കരിങ്കല്ലിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് വഴി വാക്കുവേയിലേക്ക് കയറാം. ഇതേപോലെ സ്റ്റെപ്പുകൾ ഓരോ സ്ഥലത്തും ഉണ്ട് വാക്കുവേയിലേക്ക് കയറാനായിട്ട്. മഴക്കാലത്ത് അറബിക്കടലിൽ നിന്ന് വരുന്ന ശക്തമായ തിരമാലകൾ കാരണം ഇവിടെയുള്ള വീടുകളിൽ വെള്ളം കയറുകയും അപകടാവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ടാണ് ചെല്ലാനം തീരദേശത്ത് വാക്ക്വേയും ടെട്രാപോഡുകളും നിർമ്മിച്ചത്. ഈ വാക്ക്വേയിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ തൊട്ടടുത്തായിട്ട് ടെട്രാപോഡുകൾ നിരത്തി വെച്ചേക്കണ കാണാം. ഇവിടെ ഈ കാണുന്ന കോൺക്രീറ്റ് ബ്ലോക്കുകളെയാണ് ടെട്രാപോഡുകൾ എന്ന് വിളിക്കുന്നത്. 1950കളിൽ ഫ്രാൻസിലെ എഞ്ചിനീയറായ പിയർ ഡാനലാണ് ടെട്രാപോഡുകൾ കണ്ടുപിടിച്ചത്. 4 കൈകളുള്ള ഈ പ്രത്യേക ഷേപ്പ് തിരമാലകളുടെ ശക്തി കുറയ്ക്കുകയും ഊർജം നേരിട്ട് തീരത്ത് തട്ടാതെ ചിതറിപ്പോകാനും സഹായിക്കുന്നു. പല ടണ്ണുകളുടെ ഭാരം ഉണ്ടാകും ഓരോ ടെട്രാപോഡിനും. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വാക്ക്വേയിലൂടെ പയ്യാൻ നടന്നു തുടങ്ങാം.
ഇവിടെ വോക്ക്വേയുടെ സൈഡിലായിട്ട് തന്നെ ചെറിയൊരു ഹോട്ടൽ കാണാം. ഈ ഒരു സൈഡിൽ നോക്കിയാൽ കാണാം നല്ലൊരു സൺസെറ്റാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്ന് നടന്നിപ്പോൾ ഈ ഒരു സൈഡിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ അറ്റം വരെ ഉണ്ട് അത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാം. ഒരു ഫിഷിംഗ് ബോട്ട് പോകണതാണ് കേട്ടോ അവിടെ. അപ്പോൾ കരിങ്കല്ലിട്ട് പൊക്കിയ വാക്ക്വേയിലൂടെ ഉണ്ട് നമ്മളിപ്പോൾ നടന്നിട്ടിരിക്കണം. ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് ടെട്രാപോഡ് ഇട്ടേക്കുന്നത്. നമുക്കിവിടെ കാണാം. 2023 ഫെബ്രുവരി ഇതേ സ്ഥലത്ത് വന്നെടുത്ത പിക്ചേഴ്സാണ് ഈ കാണുന്നത്. ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ടെട്രാപോഡുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കണേന്ന്. എല്ലാം കറക്റ്റ് ഒരേ ലെവലിലായിട്ട് പോയേക്കണം. ഇത് ഇൻ്റർലോക്ക് ചെയ്ത് വെച്ചേക്കണേ. ഇവിടെ ഒരു വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കണതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇവിടെ ടെട്രാപോഡ് ഇടുന്നതിന് മുന്നേ വെറുതെ കരിങ്കല്ല് മാത്രം വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകളാണിത്. അപ്പോൾ നമ്മൾ നേരത്തെ കടലിലൊരു ബ്ലാക്ക് കളറിലൊരു ചെറിയൊരു വഞ്ചി കണ്ടായിരുന്നില്ലേ, അത് തെർമോക്കോൾ കൊണ്ട് ഉണ്ടാക്കിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതേപോലത്തെ ഒരെണ്ണം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇറക്കണമെന്ന് തോന്നുന്നു, വലയൊക്കെ കെട്ടി. ഇവിടുത്തെ മീൻ പിടിക്കണ വലയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, ക്രേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് കടലിലേക്ക് പോകാനായിട്ട് വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഇതുകൊണ്ട് മുള കൊണ്ട് കെട്ടി ആണ് ഇവരിങ്ങോട്ട് കടലിലേക്ക് ഇറങ്ങണത്. അമ്മ ഇപ്പോൾ ഏകദേശം നല്ലൊരു ഡിസ്റ്റൻസ് ഇപ്പോൾ നടന്നെത്തി വാക്ക് വേയിൽ കൂടെ. അപ്പോൾ ഇവിടെ ഈ കടലിൽ ഒഴുകി നടക്കുന്നതാണ് തെർമോക്കോൾ റാഫ്റ്റ് അഥവാ പൊന്തുവെള്ളം. ഇത് തീരത്തുനിന്ന് 2 കിലോമീറ്ററിനുള്ളിൽ മീൻ പിടിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഒരാൾക്ക് മാത്രം ഇരുന്ന് തുഴഞ്ഞു പോകാൻ പറ്റിയ രീതിയിലാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. ഇവിടെ ഈ കാണുന്ന ചെറിയ ഫിഷിംഗ് ബോട്ടെല്ലാം അടുത്തുള്ള ചെല്ലാനം ഫിഷിംഗ് ഹാർബറിൽ നിന്നാണ് ഇവിടെ വന്നേക്കുന്നത്. അയില മീൻ പിടിക്കാനാണ് ഇവിടെ ബോട്ടുകളെല്ലാം ഇപ്പോൾ വന്നേക്കുന്നത്. ഇവിടെ വോക്ക്വേയുടെ അടുത്തായിട്ട് തന്നെ ക്രിക്കറ്റ്, ഫുട്ബോൾ, ഷട്ടിലൊക്കെ കളിക്കുന്നത് നമുക്ക് കാണാം കേട്ടോ.
ഇവിടെ വേസ്റ്റ് ഇടാനായിട്ട് ഇതേപോലെ കുപ്പിയുടെ ഷേപ്പിൽ വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അറ്റത്ത് കുറേ പേര് ചൂണ്ടിരുന്നതാണ് കേട്ടോ. ചെല്ലാനത്തെ കണ്ടക്കടവിൽ നിന്ന് നടന്നു തുടങ്ങി ഏകദേശം 2.7 കിലോമീറ്ററിന് ശേഷം ഇപ്പോൾ എത്തി നിൽക്കുന്നത് മറുവക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വേളാങ്കണ്ണി മാതാ പള്ളിയുള്ളത് ഇവിടെ ഉണ്ടാ. നമുക്ക് റോഡ് മാർഗവും ആ സൈഡ് വഴി വരാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കടലിൽ കണ്ടത് കേട്ടോ, കടലിൽ ഒഴുകിയിടുന്ന വെച്ച്. അവിടം കൊണ്ട് വാക്ക് വേ തീർന്നിട്ടാ. പിന്നുള്ളത് ഇതുണ്ട്, കരിങ്കല്ലാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നടന്ന് അങ്ങോട്ട് പോവാം. നമ്മപ്പോൾ അവിടെ നിന്ന് നടന്ന് വേളാങ്കണ്ണി മാതാ പള്ളിയുടെ അവിടെ എത്തിയിട്ടാ. അപ്പോൾ ഇവിടെ നമുക്ക് അടിയിലേക്ക് ഇറങ്ങാട്ടോ. ഒരു ചെറിയൊരു എപ്പിസോഡ് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.